ഹലോ ഗൈസ്, അഹാന കൃഷ്ണയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ കരുതിയിരുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. സംഭവം നമ്മുടെ നാട്ടുകാരനൊന്നല്ല, അങ്ങ് തായ്ലാൻഡിലൊരു ഡിഷാണ്. യെസ്, മാംഗോ സ്റ്റിക്കി റൈസ്. കഴിഞ്ഞ ദിവസം മാങ്ങ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മാങ്ങ ഞാൻ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ഉണ്ടാക്കാനും വളരെ എളുപ്പമുള്ളൊരു ഡിഷും കൂടിയായിരുന്നേ. അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ? യെസ്, തായ് സ്റ്റിക്കി റൈസ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബസ്മതി റൈസ് ആട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്മതി റൈസ് വെച്ചും ഇത് ഉണ്ടാക്കാം കേട്ടോ, ഓവർ കുക്കാണമെന്ന് മാത്രമല്ല റൈസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തതായിരിക്കണം. റൈസ് കുക്കാവാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണ് ആവശ്യം അതിനനുസരിച്ച് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റൈസ് സെപ്പറേറ്റ് കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വേഗം തന്നെ ആയി കിട്ടുന്നതായിരിക്കും. വേവിച്ച് വെച്ച റൈസിലോട്ട് കോക്കനട്ട് മിൽക്ക് സോസും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ഈക്വലായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒന്നുമില്ല, നമുക്ക് നേരെ സെർവ് ചെയ്യാം. നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈനിലൊക്കെ നമ്മുടെ ഈ റൈസ് ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിതേ 2 സ്കൂപ്പ് റൈസാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സോസ് ഇതേ ഇതിന് മേലെ ഇങ്ങനെ തൂവി കൊടുക്കാം. ബട്ട് എന്താണെന്നറിയില്ല ഗൈസ്, എൻ്റെ ഡിഷ് നല്ല ഫ്ലോപ്പായിരുന്നു. ഷുഗർ കട്ടെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഷുഗർ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോരായ്മ നന്നായിട്ട് ഇതിൽ കാണാനുണ്ട്. ഈ എക്സ്പ്രഷൻ ഒന്ന് നിങ്ങൾ നോക്കട്ടെ കേട്ടോ.